രാധേ രാധേ, ഗുഡ് മോർണിംഗ്. ഓണസദ്യ കഴിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതനുസരിച്ച് വേണം നിങ്ങൾ ഓണസദ്യ കഴിക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ദഹനക്കേട്, ഗ്യാസ്, വയറിന് അസ്വസ്ഥത തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകും. കാരണം ഓണസദ്യ എന്ന് പറഞ്ഞാൽ എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ് തുടങ്ങിയ രസങ്ങൾ ചേരുന്ന ഒന്നാണ്. ആദ്യം നിങ്ങൾക്ക് മധുരത്തിൽ നിന്ന് തുടങ്ങാം. ശർക്കര വരട്ടി എടുത്ത് കഴിക്കാം, ഒരു ഉപ്പേരി എടുത്ത് കഴിക്കാം, കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം പരിപ്പിന്റെ കൂടെ നെയ്യ് നിർബന്ധമാണ്. അത് ഗ്യാസ് ഒഴിവാക്കാനാണ്. പരിപ്പ്, നെയ്യ്, പപ്പടം കൂട്ടി ചോറുണ്ണുമ്പോൾ ഇലയിൽ വെച്ചിരിക്കുന്ന തൊടുകറിയിൽ നിന്ന് നിങ്ങൾ കഴിക്കേണ്ടത് അവിയൽ, തോരൻ, കൂട്ടുകറി എന്നിവയാണ്. അതിനുശേഷം ചോറിട്ടിട്ട് അതിനകത്ത് സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നു. സാമ്പാർ അല്പം എരിവാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കേണ്ടത് പൈനാപ്പിൾ പച്ചടി, അല്ലെങ്കിൽ തൈര് ചേർത്ത കിച്ചടി, അല്ലെങ്കിൽ ഏതെങ്കിലും മധുരക്കറികളാണ് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞാണ് പായസം കഴിക്കേണ്ടത്, അല്ലാതെ ഏറ്റവും ലാസ്റ്റ് അല്ല. ഈ പായസം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നാരങ്ങ അച്ചാറ് കഴിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ചെടുക്കും. ഇനി പായസം കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോറിട്ടിട്ട് പുളിശ്ശേരി വിളമ്പണം. ആ പുളിശ്ശേരി ഉപയോഗിച്ച് നിങ്ങൾ ചോറ് കഴിക്കണം. ആ സമയത്ത് പുളിശ്ശേരി ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ മാങ്ങ അച്ചാറാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഓലൻ കഴിക്കണം. ഓലൻ അത് ദഹനത്തെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിന് ശേഷം നിങ്ങൾ ചോറിട്ടിട്ട് അല്പം രസം ഒഴിച്ചു കഴിക്കണം. അങ്ങനെ രസം ഒഴിച്ചു കഴിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഇഞ്ചിക്കറിയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. 100 കറിക്ക് തുല്യമാണ്. ഏറ്റവും ഒടുവിലായിട്ട് വീണ്ടും ചോറിട്ടതിന് ശേഷം എന്ത് ചെയ്യണം? പച്ചമോരൊഴിച്ചു കഴിക്കണം. ആ സമയത്ത് പാവയ്ക്ക അച്ചാറാണ് കഴിക്കേണ്ടത്. അങ്ങനെ ഈ ഓണം ഈ പറയുന്ന ചിട്ടവട്ടത്തോടു കൂടി തന്നെ കഴിച്ചു നോക്കേ. അപ്പോൾ ഓണസദ്യ കഴിച്ചു കഴിഞ്ഞാൽ നല്ല എന്താണ് ഉന്മേഷമായിരിക്കും. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.